ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അഥ തൃതീയോധ്യായഃ. സൂത ഉവാച. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഃ സംഭൂതം ഷോഡശകലമാദൗ ലോകസിസൃക്ഷയാ. ജഗൃഹേ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു, ഈ അധ്യായം ഭഗവാന്റെ പല ഭാവങ്ങളിലുള്ള അവതാരങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നതെന്ന്. ജഗൃഹേ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. പൗരുഷം, പുരുഷ അവതാരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിംഗമനുസരിച്ചുള്ള പുരുഷം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഒരു മനുഷ്യ രൂപം അല്ലെന്നുണ്ടെങ്കിൽ രൂപങ്ങളുള്ള ഒരു ഭാവത്തെ ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാന് അല്ലാതെ ഒരു രൂപമോ ഭാവമോ പറയാവതല്ല, അത് അനന്തമാണ്, അത് ബൃഹത്തായതാണ്. ഇവിടെ അങ്ങനെ ഒരു രൂപത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനാകുന്നതായിട്ടുള്ള ഒരു രൂപത്തെ ഭഗവാൻ സ്വീകരിച്ചു. പൗരുഷം രൂപം, ഒരു പുരുഷ രൂപത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള ഒരു രൂപത്തെ ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ മഹദാദിഭി, ഭഗവാൻ മഹദാദിഭി, രണ്ട് വാക്കുകളാണ് ഇവിടെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ, സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാൻ, മഹദാദിഭി, മഹത്തത്വം ആദിയായിട്ടുള്ളവയാൽ. ഇവിടെ മഹത്തത്വം ആദിയായിട്ടുള്ളവയാൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്നാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. സംഭൂതം ഷോഡശകലമാദൗ. സംഭൂതം എന്ന് പറഞ്ഞാൽ സംഭവിച്ചതും, ഷോഡശകലം 16 അംശങ്ങളോട് കൂടിയതുമായിട്ടുള്ള, അതായത് നമ്മുടെ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ എന്നിവയോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ 5, അതേപോലെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പിന്നെ മനസ്സ്, പഞ്ചമഹാഭൂതങ്ങൾ, ഇങ്ങനെ 16 ചേർന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടാവുന്നത്. അതായത് ഓരോ സൃഷ്ടിയുടെയും അടിസ്ഥാന കിരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചമഹാതത്വങ്ങൾ, മനസ്സ്, ഇത് ഇത്രയും ചേർന്നാണ് ഓരോ സൃഷ്ടിയുടെയും ആദ്യ കണിക ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭഗവാൻ എപ്പോഴാണോ സ്വയം സൃഷ്ടികൾ നടത്തണമെന്നൊരാഗ്രഹമുണ്ടായത്, അപ്പോൾ ഭഗവാൻ ഈ 16 തത്വങ്ങളെ, 16 അംശങ്ങളെ ധരിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം ഒരു രൂപത്തെ സ്വീകരിച്ചു. ലോക സിസൃക്ഷയ. സിസൃക്ഷയ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. ലോക സിസൃക്ഷയ, ലോകത്തെ സൃഷ്ടിക്കുവാനുള്ള ഇച്ഛ കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപത്തെ ധരിക്കുന്നത്. ആ രൂപത്തെ എങ്ങനെയാണ് ധരിക്കുന്നത്? ഈ 16 അംശങ്ങളെ ചേർന്ന് ഭഗവാൻ സ്വയം ഒരു രൂപമെടുത്തു. അല്ലെങ്കിൽ അങ്ങനെ ഭഗവാൻ തന്നെ സൃഷ്ടിക്ക് ആദികാരണമായ ആ ബീജമായി ഭവിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലമാദൗ ലോകസിസൃക്ഷയാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മഹദാദിഭി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഷോഡശകലമാദൗ, ആദൗ ആണ് ആദിയായിട്ടുള്ളത്, അവിടെ മായയുടെ ആകാരം ശ്രദ്ധിക്കുക, പദം പിരിക്കണ്ട. ഇനി അടുത്തത് 2-ാമത്തെ ശ്ലോകം. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതി. യസ്യാംഭസി ശയാനസ്യ,
യസ്യാംഭസി എന്ന് പറഞ്ഞാൽ യസ്യ എന്നാൽ ഇവിടെ രണ്ട് വാക്കുകളാണ്. യസ്യ അംഭസി രണ്ട് വാക്കുകളാണ് ഇവിടെ. യസ്യ എന്ന് പറഞ്ഞാൽ യാതൊന്നിൻ്റെ. അതെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഒരു രൂപം സ്വീകരിച്ചു. അപ്പോൾ ആ രൂപത്തിൻ്റെ, അതായത് യാതൊരു രൂപമാണോ സ്വീകരിച്ചത് ആ രൂപത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ യാതൊരുവൻ്റെ. അംഭസി എന്നാൽ ജലത്തിൽ. ശയാനസ്യ ശയിക്കുന്നവനും, ഭഗവാന് ജലത്തിൽ ശയിക്കുന്നവനാണ്. യോഗനിദ്രാം വിതൻവത, യോഗനിദ്രാം സമാധി രൂപമായിട്ടുള്ള നിദ്രയെ, പള്ളിയുറക്കത്തെ, വിതൻവത എന്ന് പറഞ്ഞാൽ അങ്ങനെ വിസ്തരിക്കുന്നവനുമായിട്ടുള്ള, അതായത് ഭഗവാൻ വളരെ ശാന്തമായിട്ട് വിസ്തരിച്ച് അങ്ങനെ ആ ഒരു യോഗനിദ്രയെ കൈക്കൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള, ജലത്തിൽ ശയിക്കുന്നവനും അങ്ങനെ യോഗനിദ്രയെ പള്ളിയുറക്കത്തെ കൈക്കൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള ആ ഭഗവാന്റെ നാഭിഹൃദാംബുജാദാസീത്, നാഭിയാകുന്ന ഹൃദാംബുജാത ആസീത്, ആ നാഭിയാകുന്ന ഹൃദയത്തിലുണ്ടായ ഒരു അംബുജം എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്ന്, അംബുജാത് താമരയിൽ നിന്ന്. അപ്പോൾ ആ നാഭിയാകുന്ന, അതായത് സൃഷ്ടി, ഭഗവാന്റെ ഉള്ളിൽ സൃഷ്ടിക്കുവാൻ ഒരാഗ്രഹമുണ്ടായപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര, അതിൽ നിന്നും ആസീത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ബ്രഹ്മ വിശ്വസൃജാംപതി, ബ്രഹ്മാവ് വിശ്വസൃജാംപതി, വിശ്വസൃജാം ലോകത്തെ സൃഷ്ടിക്കുന്ന, വിശ്വത്തെ സൃഷ്ടിക്കുന്നവരുടെ പതി എന്ന് പറഞ്ഞാൽ പാലകനായിട്ടുള്ള. അപ്പോൾ ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ പാലകനായിട്ടുള്ള ബ്രഹ്മാവ് ആ താമരയിൽ ഉത്ഭവിച്ചു, ഉണ്ടായി. അപ്പോൾ ബ്രഹ്മാവുണ്ടായത് ഭഗവാന്റെ നാഭിയിൽ നിന്നും. ഈ ബ്രഹ്മാവിലൂടെയാണ് ഭഗവാൻ, അതായത് ഭഗവാന്റെ ഒരു ഉപകരണം പോലെയാണ് ബ്രഹ്മാവ് അവിടെ വർത്തിക്കുന്നത്. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികളൊക്കെ ചെയ്യുന്നു. ഈ സൃഷ്ടിക്കപ്പെടുന്നവയുടെ, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുടെ, പ്രജാവർദ്ധനവനായി പ്രയത്നിക്കുന്നവരുടെ രക്ഷകൻ അല്ലെങ്കിൽ പതിയായിരിക്കുന്നതും ഇതേ ബ്രഹ്മാവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നും പുറത്തേക്ക് വന്ന ആ താമരയിൽ ആസീത ഉണ്ടായി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതൻവത നാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിതൻവത പതി, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത യസ്യാംഭസി, യസ്യാംഭസി അകാരം പദം പിരിക്കേണ്ട, അകാരം നീട്ടിയെടുക്കുക. അതുപോലെ നാഭിഹൃദാംബുജാദാസീത്, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക, അവിടെ പദം പിരിക്കരുത്. നാഭിഹൃദ അംബുജാദ് ആസീതാണ് പദം പിരിക്കേണ്ട. ഹൃദാംബുജാദാസീത്, ദായുടെ അകാരം ആസീത്, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യാവയവ സംസ്ഥാനൈ, യസ്യ അവയവ സംസ്ഥാനൈ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. യസ്യ എന്ന് പറഞ്ഞാൽ ആ യാതൊരാളിൻ്റെ, അതായത് ആ ഭഗവാന്റെ അവയവ സംസ്ഥാനൈ, അവയവങ്ങളുടെ വിഭാഗങ്ങൾ കൊണ്ട്, അതായത് ഭഗവാന്റെ അവതാരങ്ങൾ കൊണ്ടാണ് ഇത് ഓരോ സൃഷ്ടിയും ഓരോന്നായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അവയവങ്ങളുടെ ഓരോരോ, അതായത് ഓരോ അവയവവും ഓരോന്നാണ്. അങ്ങനെയുള്ള കൽപ്പിത എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടു. ലോകവിസ്തരഃ, ലോകങ്ങളുടെ വിസ്തരം, അതായത് ലോകങ്ങൾ, ഈ 14 ലോകങ്ങൾ,
എല്ലാ ലോകങ്ങളും ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്, അങ്ങനെയായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തദ്വൈ ഭഗവതോ രൂപം. തദ്വൈ, തത് വൈ ആണ് തദ്വൈ. തത് എന്ന് പറഞ്ഞാൽ ആ, ഭഗവത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം. ആ ഭഗവാന്റെ ആ രൂപം വിശുദ്ധം, പരിശുദ്ധമായതും സത്വമൂർജിതം. സത്വം ഊർജിതം, രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സത്വമൂർജിതം. സത്വം എന്ന് പറഞ്ഞാൽ സത്വമാകുന്നു, അതാണ് എല്ലാത്തിൻ്റെയും ബീജമായിട്ടുള്ളത്. ആ രൂപത്തിൽ നിന്നാണ് ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നോരോന്നായി, അതായത് ഈ 14 ലോകങ്ങളുടെയും സൃഷ്ടികളിൽ ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ ഓരോന്നോരോന്നായി കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് സത്വം ഊർജിതം. ഊർജിതം എന്ന് പറഞ്ഞാൽ ശക്തിയേറിയതും, ഏറ്റവും വൈ എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചയം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു തദ്വൈ, തത് വൈ ആണ്. വൈ എന്നാൽ നിശ്ചിതം, അങ്ങനെയാണെന്നുള്ളത് നിശ്ചിതമാണ് എന്നിവിടെ ഉറപ്പിച്ച് സൂതൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ഈ പുരുഷരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ അവയവങ്ങൾ കൊണ്ട് 14 ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. ഭഗവാന്റെ ആ സ്വരൂപം, രജസ് തമസ് എന്ന ഈ 2 ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തതാണ്. അപ്പോൾ മാത്രമേ അത് ശുദ്ധ സത്വസ്വരൂപമായിട്ട് നിലകൊള്ളുകയുള്ളൂ. തേജോമയമായിട്ടുള്ള ആ രൂപം ഊർജിതം, ഏറ്റവും ശക്തിയേറിയതായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യസ്യ അവയവ സംസ്ഥാനൈ, യസ്യ അവയവ സംസ്ഥാനയാണ് പദം പിരിക്കേണ്ട. യസ്യ അവയവ സംസ്ഥാനൈ, അകാരം ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ തന്നെയാണ് ലോകവിസ്തരഃ, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സത്വമൂർജിതം, പദം പിരിക്കേണ്ട, സത്വം ഊർജിതമാണ്. ഉകാരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.